മാടായിക്കാവ് പൂരോത്സവത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനം എം വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ, ഏഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി. മാടായി ഗ്രാമപഞ്ചായത്ത് മെമ്പർ മണി പവിത്രൻ, ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ വേണു, N നാരായണപ്പിടാരൻ, KVN ബൈജു, NK കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ഒരു വലിയ പ്രഖ്യാപനം, മനുഷ്യൻ ഒന്നായി ജീവിച്ച ആ നാടിന്റെ ചരിത്രം, ആ ചരിത്രത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഐക്യം ഈ നാട്ടിൽ ഊട്ടിയുറപ്പിക്കുന്ന ഒരു പ്രഖ്യാപനം കൂടിയാകട്ടെ. തീർച്ചയായും ഇത്തവണത്തെ മഹോത്സവത്തിന്റെ പ്രഖ്യാപനത്തിനും കൂടി ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഭാഗമായി ചേർത്തുവെച്ച് പുതിയ കാലത്തിന്റെ മദ്യത്തിനും മയക്കുമരുന്നിനെതിരായ പോരാട്ടം, സൈബർ ഇടങ്ങളിലെ നമ്മുടെ കുഞ്ഞു മനസ്സിനെ പോലും കീഴടക്കുന്ന ചതിക്കുടികൾക്കെതിരായ പോരാട്ടം, ഇതെല്ലാം നമുക്ക് ഇതിന്റെ ഭാഗമായി തന്നെ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. എല്ലാവരും ഒന്നുപോലെ ജീവിക്കുന്ന ഒരു നാട്, അവരുടെ തിന്മകൾക്കെതിരായ പോരാട്ടം, അത് തന്നെയാണ് ഓരോ ആഘോഷങ്ങളും പങ്കുവെക്കുന്നത്. നേരിന്റെ വഴിയിലേക്കുള്ള യാത്ര, തിന്മകൾക്കെതിരായ പോരാട്ടം, സമൂഹത്തിന്റെ തിന്മകൾക്കെതിരായി പോരാടുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൂടി ഈ സാംസ്കാരിക സമ്മേളനം ഇതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഞാൻ ദീർഘമായ മറ്റു വർത്തമാനങ്ങളിലേക്കൊന്നും ഈ സായാഹ്നത്തിൽ കടന്നു പോകുന്നില്ല. നിരവധി മഹത് വ്യക്തികൾ ഇവിടെ ഇനിയും സംസാരിക്കാറുണ്ട്. തീർച്ചയായും മാടായിക്കാവിന്റെ ഈ പൂരമഹോത്സവം വടക്കേ മലബാറിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂരമഹോത്സവമാണ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഈ പൂരമഹോത്സവ ആശംസകൾ കൂടി, ഉത്സവാശംസകൾ കൂടി നേർന്നുകൊണ്ട് ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ ചുരുങ്ങിയ വാക്കുകൾ അറിയിച്ചുകൊണ്ട് ഈ മാടായിക്കാവിന്റെ ബന്ധത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ മാടായിക്കാവിന് നമ്മുടെ ക്ഷേത്രങ്ങളുടെ, നമ്മുടെ പള്ളികളുടെ, നമ്മുടെ മതസ്ഥാപനങ്ങളുടെ, ആ സ്ഥാപനങ്ങളുടെ എല്ലാം ഉന്നമനമെന്നത് അതുകൂടിയാണ് മണ്ഡലത്തിന്റെ സമഗ്രമായ വികസനം എന്നുകൂടി തിരിച്ചറിയുകയാണ്. അതോടൊപ്പം ഒറ്റ കാര്യം കൂടി ഞാൻ ഇവിടെ പങ്കുവയ്ക്കേണ്ട വർത്തമാനം അവസാനിപ്പിക്കുന്നു. ഒരു മതവും മറ്റൊരു മതത്തെയും ശത്രുവായി കാണാൻ നമ്മളോട് പങ്കുവച്ചിട്ടില്ല. എല്ലാ മതവും പങ്കുവയ്ക്കുന്നത് സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ ഏറ്റവും ശക്തമായ പ്രഖ്യാപനങ്ങളാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാനാണ് ബൈബിൾ നമ്മെ പഠിപ്പിച്ചത്. ഈ അയൽക്കാരനല്ല, അയൽക്കാരൻ ആരായാലും അയൽക്കാരനെ സ്നേഹിക്കുക. ലോകത്തിലെ സർവ്വജനാചരണങ്ങൾക്ക് സുഖം ലഭിക്കട്ടെ എന്നാണ് ഭഗവത്ഗീതയിൽ നമ്മോട് പങ്കുവച്ചത്. ലോകത്തിലെ എല്ലാ ജനാചര അവർ ഏതുമായിക്കോട്ടെ എല്ലാവർക്കും സുഖം ലഭിക്കണം ഈ ലോകത്ത് എന്നാണ്